ഹായ്. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പറശ്ശിനിക്കടവ് പോവുകയാണ്. ഒരുപാട് നാളായി പറശ്ശിനി അമ്പലത്തിൽ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളൊരു പറശ്ശിനി യാത്രയാണ്. പിന്നെ പോരാത്തതിന് ഷീബയുടെ ഒരു സുഹൃത്ത്, വർഷങ്ങളായിട്ട് കാണാതെ ഇരുന്ന ഒരു സുഹൃത്തിനെ കാണുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. 16 വർഷം അല്ലെ, 16 വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് കിറ്റെക്സിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ രണ്ടാളും കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ അവര് തൃശ്ശൂരാണ് താമസം. തൃശ്ശൂരിൽ നിന്ന് അവര് ഇപ്പൊ പറശ്ശിനിക്കടവിൽ മുത്തപ്പനെ കാണാൻ വരുന്നതോടുകൂടി നമ്മുടെ അടുത്തോട്ട് വരുന്നത്. മഴയായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. യാത്രയിൽ നമ്മളെ ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം കൂടുതലുണ്ട് പറശ്ശിനിക്കടവിന്. അപ്പം അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം ഞങ്ങൾ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ അടുത്ത് വെച്ചിട്ട് കാണാമെന്ന് തീരുമാനിച്ചു. അപ്പം അവളെ കാണുന്നതിൻ്റെ സന്തോഷം ഇങ്ങനെ നിൽക്കുവാണ്. എടപ്പവും പള്ളിയാട്ടോ, എടപ്പവും പള്ളി. വളരെ നല്ല വ്യൂ ആണേ, നല്ല സ്റ്റൈലുണ്ട് അല്ലേ? അങ്ങനെ ചപ്പാരപ്പടവ് പാലം എത്തിയിട്ടുണ്ട്. ചപ്പാരപ്പടവ് പാലം, ചപ്പാരപ്പടവ് ടൗൺ എന്ന് പറയുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറുന്നൊരു ടൗണാണ്. നല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ പാലത്തിന് വെള്ളം മുട്ടില്ല, എങ്കിലും ടൗണ് അടിയിലാണ്, പാലത്തിൻ്റെ അടിയിലാണ് ടൗണിൻ്റെ ഒരു പ്രധാന ഭാഗം. അതുകൊണ്ട് ടൗണിൽ പല കടകളിലും വെള്ളം കയറുന്ന ഒരു ടൗണാണ് ചപ്പാരപ്പടവ്. ഇപ്പോൾ നല്ല വെള്ളമുണ്ട് കാര്യം, എങ്കിലും ടൗണിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല. ഞങ്ങളങ്ങനെ മുത്തപ്പൻ്റെ അടുത്തെത്താനായി. അപ്പം ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി. പറശ്ശിനിക്കടവിൽ നിന്ന് ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പം കുറേ ചന്തകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയാണ്. രാത്രി ആകുമ്പോഴത്തേനും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പകൽ കാണുന്നതിനെക്കാട്ടിലും ഭംഗി തോന്നി രാത്രി കാണുമ്പം. അപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെത്തി. അപ്പം ഉള്ളിൽ നിന്ന് കൊട്ട് കേൾക്കുന്നുണ്ട്. വെള്ളാട്ടം ഇറങ്ങിയ സമയമാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വെള്ളാട്ടത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഉള്ളിൽ ക്യാമറ അനുവദിക്കുകയില്ല. ഞങ്ങൾ തൊഴുതിറങ്ങി മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി കയറി. അപ്പം വൈകുന്നേരം ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. ഭയങ്കര ആളായിരുന്നു, ഉള്ളിലെല്ലാം ഫുൾ ആളായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് പ്രസാദം മേടിച്ച് കഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം കടയിൽ രാത്രിയിൽ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പിന്നെ ലൈറ്റിൻ്റെ വെട്ടം കൊണ്ട് എല്ലാം നല്ലൊരു പ്രത്യേക ഒരു ഭംഗി തോന്നി. അപ്പം ഒക്കെ ചന്തയിലോട്ടൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അതിലെ കൂടെ എല്ലാം കുറേ നടന്ന് കണ്ടു. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വരുന്നുണ്ടെന്ന്. അപ്പോൾ അവളാട്ടോ ഇത്. പെട്ടെന്ന് ഞങ്ങൾ ആ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൂടി ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. കാരണം ഞങ്ങൾ അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഫോണിൽ മാത്രമേ കോൺടാക്റ്റ് ചെയ്യുന്നുള്ളൂ. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്, പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവൾക്ക് 3 മക്കളായി. അപ്പോൾ 16 വർഷം കടന്നുപോയി പിന്നെ വീണ്ടും കാണാൻ. അതിന് ശേഷം ഞങ്ങൾ അവരുടെ റൂമിൽ പോയിരുന്ന് കുറേ സമയം സംസാരിച്ച് സന്തോഷങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷമാണ് വീട്ടിലോട്ട് തിരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്.